ഒരു അധ്യാപകൻ എന്ന നിലക്ക്, കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു പരിശീലകൻ എന്ന നിലക്ക്, കുട്ടികൾക്ക് മാർഗ്ഗദർശനം ചെയ്യുന്ന, നല്ലതിലേക്ക് മാർഗ്ഗദർശനം ചെയ്യുന്ന ഒരു മാർഗ്ഗദർശി എന്ന നിലക്ക്, കുട്ടികളുടെ നയങ്ങളും കുട്ടികളുടെ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്തുന്ന ഒരു നിരീക്ഷകൻ എന്ന നിലക്ക്, കുട്ടികളുടെ നന്മക്ക് സാക്ഷിയായി അവരോടുകൂടി ജീവിക്കുന്ന ഒരാളെന്ന നിലക്ക് പ്രവാചകന്റെ അധ്യാപന രീതിയിൽ എത്രമാത്രം ഗുണകരമായ മാതൃകകൾ നമുക്കുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അറാബി വന്ന് വിവരം കെട്ട വധു വന്ന് പള്ളിയിൽ മൂത്രം വയ്ക്കുന്നു. നബിയുടെ മുമ്പിലൊക്കെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അള്ളാഹുവിന്റെ പള്ളിയിൽ എന്ന് വിചാരിച്ചുകൊണ്ട് സഹാബികൾ കണ്ണുരുട്ടുന്നു. എന്താ നീ ചെയ്യുന്നത്? കണ്ണുരുട്ടുന്നു. വിവരം കെട്ട അറാബിന്റെ മനസ്സിൽ ഒരുപക്ഷെ നിരപരാധിയാണ് അദ്ദേഹം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്റെ തെറ്റെന്താണ്, എത്ര ഗൗരവമാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോ, ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തെ കണ്ണുരുട്ടി വേദനിപ്പിക്കരുത്, അദ്ദേഹത്തെ നിങ്ങൾ ഭയപ്പെടുത്തരുത്. എന്നിട്ടോ ദഅൂഹു, അദ്ദേഹത്തെ വിട്, വിവരമില്ലാത്ത മനുഷ്യനാ, വിട് അദ്ദേഹം. വഅരീഖു അലാ ബൗലിഹി സജലം മിൻ മാഇൻ, നിങ്ങൾ കൊണ്ടുവന്ന് ഇറങ്ങിപ്പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ആ മൂത്രം വൃത്തിയാക്കി നിങ്ങൾ. കാരണം ഫഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ വലം തുബഅസു മുഅസ്സിരീൻ, പ്രയാസം ഉണ്ടാക്കാനല്ല നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്, നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ്. അത്രമാത്രം വിദ്യാഭ്യാസത്തിന്റെ അറിവിന്റെ ക്ലാസ് മുറികളിൽ ബഹളം കൂട്ടുന്ന കുട്ടികളുടെ മുമ്പിൽ ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്.